ഹല്ലേലൂയ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്നോട് കൂടെ രണ്ട് യുവ നേതാക്കളുണ്ട്. ഇവരെ ഒരുപക്ഷെ നിങ്ങൾക്ക് പരിചയം കാണും. പ്രത്യേകിച്ച് എൻ്റെ മുൻപിലുള്ള പാസ്റ്റർ ലിജോ ജോസഫ്. അദ്ദേഹം ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിലെ അനുഗ്രഹീതനായ ദൈവദാസനാണ്. കൊല്ലം കടപ്പാക്കട ലോക്കൽ സഭയുടെ ശുശ്രൂഷകൻ, ആ സെൻറ്ററിൻ്റെ പാസ്റ്റർ, അങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത് മാത്രമല്ല അനുഗ്രഹീതനായ ഒരു യുവജന പ്രവർത്തകനാണ്. ഷിനു വർഗീസ്, പാസ്റ്റർ ഷിനു വർഗീസ് തിരുവല്ല പുളിക്കീഴ് IPC സഭയുടെ ശുശ്രൂഷകനാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുവാൻ പോകുന്ന വിഷയമെന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളും വീഡിയോകളിൽ കണ്ടു കാണും, 24 ന്യൂസിൽ ഒരു ഡിബേറ്റ് നടന്നു. ശ്രീകണ്ഠൻ നായരുടെ ആ ചാനലിൽ അത്ഭുത രോഗസൗഖ്യത്തെക്കുറിച്ചുള്ള ഡിബേറ്റ്. ആ ഡിബേറ്റിലെ ചർച്ചകളിൽ പങ്കെടുത്ത ഒരാളാണ് പാസ്റ്റർ ലിജോ ജോസഫ്. അദ്ദേഹത്തിൻ്റെ അവിടുത്തെ പെർഫോമൻസ് എന്ന് പറയുന്നത് ശരിയാണോ എന്നറിയത്തില്ല. അദ്ദേഹത്തിൻ്റെ അനുഭവം പറഞ്ഞത് വളരെ വൈറലായി. അങ്ങനെ ഒരു വൈറൽ താരത്തെയാണ് ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ അത്ഭുത രോഗശാന്തി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതാനുഭവത്തിൻ്റെ ഭാഗമാണ്. പെന്തക്കോസ്ത് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ ആ വാക്കിൻ്റെ ഒരർത്ഥം തെരഞ്ഞു പോയാൽ നമ്മൾ രാമലിംഗപിള്ളയുടെ ഡിക്ഷണറിക്കകത്ത് ഈ പ്രാർത്ഥനയാലുള്ള വിടുതലിൻ്റെ, പ്രാർത്ഥനയാലുള്ള രോഗസൗഖ്യത്തിൽ വിശ്വസിക്കുന്നവർ ആളുകളാണ് പെന്തക്കോസ്തുകാരെന്നാണ് അർത്ഥം കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ അടിസ്ഥാനപരമായി പെന്തക്കോസ്ത് വിശ്വാസികൾ, അല്ലെ പെന്തക്കോസ്തുകാരെന്ന് പറയുന്നവർ അത്ഭുത രോഗസൗഖ്യങ്ങൾ ഉണ്ട്, പ്രാർത്ഥിച്ചാൽ വിടുതൽ കിട്ടും, പ്രാർത്ഥിച്ചാൽ അതിന് മറുപടി ഉണ്ട്, അല്ലെങ്കിൽ പ്രാർത്ഥനയിലൂടെ രോഗസൗഖ്യമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് പെന്തക്കോസ്തിലുള്ളത്, അല്ലെ പെന്തക്കോസ്തുകാർ അങ്ങനെയാണ്. പണ്ട് നമ്മുടെ രീതി അങ്ങനെ ആയിരുന്നു. ഒരാളൊരു രോഗിയായാൽ നമ്മുടെ സഭയിലെ വിശ്വാസികളും പാസ്റ്റർമാരും ഒക്കെ ചെന്നിരുന്ന് ആ രോഗിക്ക് വേണ്ടി സൗഖ്യമാകുന്നത് വരെ പ്രാർത്ഥിക്കും, ചിലപ്പോൾ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പം നമ്മൾ അതിൽ നിന്നെല്ലാം മാറിയിട്ട് നമുക്കൊരു രോഗി ഉണ്ടെങ്കിൽ ഇന്ന ഹോസ്പിറ്റലിൽ പോയാൽ നല്ലതാണ്, ഇന്ന ഡോക്ടറെ കണ്ടാൽ നല്ലതാണെന്ന് പറയുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ അടിസ്ഥാനപരമായി നമ്മുടെ സാഹചര്യങ്ങളൊക്കെ മാറിയപ്പം നമ്മളും കുറേ മാറിയിട്ടുണ്ട്. വിശ്വാസമൊന്നും മാറിയിട്ടില്ല, എന്നാൽ അത് പ്രാക്ടീസ് ചെയ്യുന്നതിൽ നമ്മളും കുറേ പുറകോട്ട് പോയിട്ടുണ്ട്. എനിവേ, എന്തായിരുന്നു അവിടുത്തെ എക്സ്പീരിയൻസ് 24-ൽ? ശ്രീകണ്ഠൻ നായർ ഇങ്ങനെ ചാടി നിന്ന് ഈ മനുഷ്യനെ ഒന്നും പറയാൻ സമ്മതിക്കാതെ, അല്ലെങ്കിൽ ഒന്ന് പൂർത്തിയാക്കാൻ സമ്മതിക്കാറില്ലല്ലോ. എന്നാലും ഭംഗിയായിരുന്നു, കൊള്ളാമായിരുന്നു, ഞാൻ കേട്ടു, നിങ്ങളുടെ പെർഫോമൻസ് ഒക്കെ കണ്ടു. അടിസ്ഥാനപരമായിട്ട് അവിടെ രണ്ട് തരത്തിലുള്ള ആളുകളുണ്ട്. ഇപ്പോൾ അത്ഭുത രോഗസൗഖ്യം, പ്രാർത്ഥനയിലൂടെ അത്ഭുത രോഗസൗഖ്യത്തെക്കുറിച്ച് പറയുന്ന ഒരു ചർച്ചയായിരുന്നെങ്കിൽ കുറച്ചും കൂടെ അത് നന്നായിരുന്നു. അതേസമയം അവിടെ വന്ന ഗുരുജിയെ ഇതെന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായി വേറൊരു മേഖലയാണ്. അദ്ദേഹത്തിൻ്റെ രീതിയും കാര്യങ്ങളും വ്യത്യസ്തമാണ്. പക്ഷെ ശ്രീകണ്ഠൻ നായരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ചാനല്, അതിൻ്റെ പ്രോഗ്രാമിൻ്റെ ആ സിസ്റ്റത്തിൽ അതേ സാധിക്കത്തുള്ളൂ. പക്ഷെ നിങ്ങളും അവിടെ പലരുണ്ടായിരുന്നു, പറയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു, കുറേയൊക്കെ പറഞ്ഞൊപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചു. എനിവേ, പാസ്റ്റർ അനുഭവ വിവരണം നന്നായിരുന്നു, അനുഭവത്തിലൂടെയാണല്ലോ പാസ്റ്റർ പറഞ്ഞത്. ഓക്കെ, എന്തായിരുന്നു എക്സ്പീരിയൻസ്? അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണ്? ആളുകൾ അതിനോട് എങ്ങനെ പ്രതികരിക്കും? ഈ പ്രോഗ്രാമിൽ പോകാൻ കാരണം, ഈ പ്രോഗ്രാം നടക്കുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് എന്നെ നിലമ്പൂരുള്ള ഒരു സുഹൃത്ത് ഈ 24-മായി ബന്ധപ്പെട്ട് എൻ്റെ നമ്പർ കൊടുത്തു. എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് പറയാനുണ്ടോ? പാസ്റ്റർ ആണല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതെ, അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ഒരു പ്രോഗ്രാമിൽ പാസ്റ്റർക്ക് വരാൻ പറ്റുമോ? അപ്പോൾ ഞാൻ കേട്ടപ്പോൾ എന്താ പ്രോഗ്രാം എന്ന് ചോദിച്ചുകൊണ്ടാണ് പറഞ്ഞു, ശ്രീകണ്ഠൻ നായരുടെ SKN നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്, നിങ്ങൾക്കൊരു പക്ഷേ അറിയാം, ആ പ്രോഗ്രാം തമ്മിൽ നിന്നുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ച് നോക്കാം. ഞാനൊരു 3-4 ദിവസം പ്രാർത്ഥിച്ച് ഇങ്ങനെ ദൈവസന്നിധിയിൽ ഒരു നിയോഗത്തിന് വേണ്ടി കാത്തിരുന്നു. അങ്ങനെയാണ് റിപ്ലൈ പറഞ്ഞത്. ഞാൻ ചോദിച്ചു, മറ്റാരെങ്കിലും നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിലുള്ളവരെ വിട്ടാൽ മതിയോ? ഇല്ല, ഞങ്ങൾ പാസ്റ്റർ ഇൻഡിവിജ്വലായിട്ട് വിളിക്കുകയാണ്, ഞങ്ങൾ വിളിക്കുക, അല്ല പാസ്റ്റർ കോർഡിനേറ്റ് ചെയ്യുക, അല്ല പാസ്റ്റർക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെ തലേദിവസം രാത്രിയിൽ എനിക്കൊരു നിയോഗം കിട്ടുകയാണ്, വലിയൊരു ആത്മഭാരം. എന്താണെന്നറിയത്തില്ല, മുമ്പ് പറഞ്ഞ പോലെ പെന്തക്കോസിൻ്റെ അനുഭവത്തിൻ്റെ ഒരു ആത്മഭാരം എന്നെ കിട്ടി. അങ്ങനെ എന്നെ ഒരു ദൈവാത്മാവ് നയിക്കുന്ന പോലെ ഞാൻ ഇവിടുന്ന് കൊല്ലത്തുനിന്ന് ട്രെയിൻ കയറി തൃപ്പൂണിത്തുറയിൽ ഇറങ്ങി. അവർ വന്ന് പിക്ക് ചെയ്ത് എന്നെ കൊണ്ടുപോയി. അവിടെ അക്കോമഡേഷനും സംവിധാനങ്ങളും എല്ലാം നമുക്ക് തന്നു. നല്ല ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ക്രൈസ്തവ മേഖലയിൽ നിന്ന് ഒത്തിരി പേരുണ്ട്. എല്ലാവരും നമുക്ക് വ്യക്തിപരമായി അറിയുന്നവരാണ്. അപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു പക്ഷെ വ്യക്തിപരമായിട്ട് അവരോടൊന്നും നമുക്ക്
വിരോധമൊന്നുമില്ല. ഒന്നുമില്ല, എല്ലാവരോടും നമുക്ക് സ്നേഹമേ ഉള്ളൂ, ഒരു മനുഷ്യത്വം, അത്രേ അവർക്കറിയില്ല ഉള്ളൂ. ഇത്. അപ്പൊ ഞങ്ങളെല്ലാം പരസ്പരം ഞങ്ങളെല്ലാവരും ഈ അറിയുന്നവരാണ്. അടിസ്ഥാനപരമായിട്ട് അവർക്ക് പറ്റിയ ഒരു പാളിച്ചാന്ന് എനിക്ക് തോന്നുന്നത്, ഈ അത്ഭുത രോഗസൗഖ്യം വാഗ്ദാനം ചെയ്യുന്ന അല്ലെങ്കിൽ അതൊരു പ്രൊഫഷനാക്കി മാറ്റിയിരിക്കുന്ന കുറേ ആളുകൾ ക്രൈസ്തവ ലോകത്തുണ്ട്. ഉണ്ട്. അവരിലാരും അവിടെ ഇല്ലായിരുന്നു. ഇല്ല, അതിനകത്തൊന്ന് കയറി പറഞ്ഞോട്ടെ. ആ. അവരെ വിളിച്ചിരുന്നു ഓ, എന്ന് ഞാൻ അത് അറിഞ്ഞു. ശരി. ആ. അപ്പോൾ ഇതൊരു സുരേഷ് എന്ന് പറയുന്ന സാർ എന്നെ കോണ്ടാക്ട് ചെയ്തു. സാറാണ് എല്ലാവരെയും വന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു, സാറേ അങ്ങനെയുള്ള ഭാഗത്തൊന്നും വിളിച്ചില്ല. വിളിച്ചു, പലരും അതിന് വിമുഖത കാണിച്ചു. വിമുഖത കാണിച്ചത് കൊണ്ട് പലരും ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തു. സാറ് വന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കയറി 3 മണിക്കൂറത്തെ ഈ ചർച്ചയാണ് അരമണിക്കൂർ കൊണ്ട് ഇവർ പ്രസൻറ്റ് ചെയ്തത്. അപ്പോൾ അവിടെ ചെന്നുള്ള അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുമുണ്ട്, എല്ലാവരും ഉണ്ട്. ഗുരുജി സാറ് പറഞ്ഞ പോലെ ഗുരുജിയുണ്ട്. അപ്പം ഗുരുജി ഒത്തിരി പേർക്ക് സൗഖ്യം കൊടുത്തിട്ട് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഗുരുജിയുടെ ആളുകൾ ഒത്തിരി ഉണ്ട്. അവർ ഒരു ട്രാവലറിലാണ് വന്നത്. അപ്പോൾ പല യുക്തിവാദികളുണ്ട്, നിരീശ്വരവാദികളുണ്ട്, അവരുടെ ടീമുണ്ട്, എല്ലാവരുടെയും മുന്നിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരോട് ഓരോ ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ രോഗസൗഖ്യം പ്രാപിച്ച് യേശുക്രിസ്തുവിലൂടെ പ്രാപിച്ചതിനെ പറ്റിയാണ് അവിടെ സംസാരം. അപ്പം അതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു പ്രിപ്പറേഷനോടുകൂടി പോവുകയല്ല. ഇനി ഇവൻ നമ്മളൊന്ന് പ്രസൻറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമും അല്ല, പ്രസൻറ്റ് ചെയ്യാൻ സമ്മതിക്കത്തുമില്ല. കാരണം ജമ്പ് ചെയ്ത് ആച്ചാൻ പറഞ്ഞ പോലെ ജമ്പ് ചെയ്ത് ആൾക്കാരെ സ്ക്രൂ ചെയ്ത് നമ്മളെ ഇൻകംപ്ലീറ്റ് ആക്കിക്കൊണ്ട് ഇത് ആൾക്കാരെ ത്രില്ലടിപ്പിക്കുന്ന എൻ്റർടൈൻമെൻറ്റ് ചാനലാണ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല ഇത് കട്ട് ചെയ്തിടുമെന്നൊന്നും പ്രതീക്ഷിച്ചൊന്നുമില്ല. അതിനുള്ള സംവിധാനം ഉണ്ടോ ഇല്ലൊന്നും അല്ല, അതിനുള്ള ഒരു സംഭവം ഉണ്ടോ ഇല്ലോ എന്നുള്ളത് നമുക്കറിയത്തില്ല. മുന്നേ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ. ഇല്ല. അപ്പം ഇത് പറഞ്ഞ കൂട്ടത്തിൽ അതങ്ങനെ വന്നപ്പോഴാണ്, ഇത് സംപ്രേഷണം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇത് കട്ട് ചെയ്ത് ഒരു ദിവസം തന്നെ 3 ലക്ഷം പേര് കാണുന്നു, അതങ്ങ് വൈറലാകുന്നു, ഒരുപാട് പേര്. ഇപ്പം തന്നെ ഞാനിപ്പം തിരുവല്ല വന്നപ്പോൾ എന്നെ റോഡിലുള്ളവരെല്ലാം പിടിച്ചു നിർത്തുക. ഒരു ഓർത്തഡോക്സുകാരനെ കണ്ടു, പാസ് വന്നോ? ഞാൻ പറഞ്ഞാന്നോ, നിങ്ങൾ നിത്യജീവനെ പറ്റി പറഞ്ഞല്ലോ, ഒരു ഓർത്തഡോക്സുകാരൻ്റെ വായി. അങ്ങനെ ഹൈന്ദവരായിട്ടുള്ള പലരും അവിടുത്തെ എക്സ്പീരിയൻസ്. കാരണം എന്നെ അറിയത്തില്ല. ഇപ്പം ട്രെയിനിൽ കയറിയാലും ഈ ഐഡന്റിഫൈ ചെയ്യുന്ന ഈ ഒരു സംഭവം വെച്ചാണ്. അപ്പം ഞാൻ അവിടെ ചോദിച്ച ഒരു ചോദ്യം ഇതാണ്, എല്ലാവർക്കും രോഗസൗഖ്യം കിട്ടുന്നുണ്ട്. എൻ്റെ എക്സ്പീരിയൻസ് അനുസരിച്ച് ഒരു രോഗസൗഖ്യമായിട്ട് അങ്ങോട്ട് ചെന്നപ്പോൾ ഗുരുജിക്ക് ഒരുപാട് പേർക്ക് സൗഖ്യം കൊടുത്തിരിക്കുന്നു. അപ്പോൾ അവിടെ പ്രൂവ് ചെയ്യാനുള്ളത് താൽക്കാലികമായ രോഗസൗഖ്യത്തെക്കാൾ ആത്മരക്ഷ അല്ലെ ആത്മീയമായ ഒരു സൗഖ്യത്തെ പറ്റി അവിടെ പ്രസന്റ് ചെയ്യാൻ ഒരു ഭാഗ്യം കർത്താവ് എനിക്ക് തന്നു. അവിടെ ആ എക്സ്പീരിയൻസ് ആണ് കൂടുതലായിട്ട് പറയാനുള്ളത്. പിന്നെ ഈ തട്ടിപ്പുകളെ പറ്റി അവർക്ക് കൂടുതലായിട്ട് അറിയണം. അത് നമ്മൾ പറഞ്ഞ എല്ലാ മേഖലയിലും തട്ടിപ്പുണ്ട്. എന്നോട് പ്രത്യേകം ചോദിച്ചു, നിങ്ങൾ ഈ പ്രാർത്ഥിച്ച് സൗഖ്യം കൊടുക്കുന്ന ആളാണോ? ഞാൻ പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, സൗഖ്യം കൊടുക്കുന്നത് പരിശുദ്ധാത്മാവാണ്. യേശുക്രിസ്തു സൗഖ്യമാക്കുന്നുണ്ട്. അതിൻ്റെ ക്രെഡിറ്റ് എടുത്തുകൊണ്ട് നാളെ മുതൽ ഞാൻ രോഗസൗഖ്യ വിദഗ്ധനാണെന്ന് പറഞ്ഞാൽ പോകത്തില്ല. അത് ഞാനവിടെ പറയാനിടയാത്തത്. വേണ്ടവണ്ണം ഒരു ആൻസർ അവിടെ നമുക്ക് കൊടുക്കാനോ പ്രസന്റ് ചെയ്യാനോ കഴിഞ്ഞു. രോഗസൗഖ്യം ബൈബിളിന്റെ അടിസ്ഥാനത്തിലുള്ള രോഗശാന്തിയെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ കൊടുക്കാനോ അത് ആ നിലയിൽ പറയാനോ ആർക്കും സാധിച്ചില്ല. അതിനുള്ള അവസരവും ഇല്ലായിരുന്നു. അല്പം കിട്ടി, അത് അവരിട്ടില്ല, കട്ട് ചെയ്ത് ഇട്ടില്ല. അതിനകത്ത് എഡിറ്റ് ചെയ്തപ്പോൾ അവരിട്ടില്ല. ഈ രോഗം വന്നത് പാപം മൂലമാണെന്ന് പറഞ്ഞു. പാപം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പാപത്തെ പറ്റിയുള്ള സംസാരമായി പിന്നെ അവിടെ അതിട്ടിട്ടില്ല. അപ്പോൾ പാപം പ്രൂവ് ചെയ്യാൻ വേണ്ടി അവർ പല കാര്യങ്ങൾ ചോദിച്ചു. ഞാൻ ശ്രീകണ്ഠനാരോട് SKനോട് ചോദ്യം ചോദിച്ചു, സാർ രാത്രി ഉറങ്ങും വീട് പൂട്ടിയിട്ടാണ് ഉറങ്ങുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി അതിനെ കൗണ്ടർ ചെയ്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ എല്ലാം ഓപ്പൺ ചെയ്തിട്ടാ. പുള്ളിക്ക് മനസ്സിലായി, പുള്ളി നല്ലിലക്കാരനാണ്, കൊട്ടാരക്കരക്കാരനാണ്, അറിയാവുന്ന ആളാണ്. അപ്പം പാപം എന്തുകൊണ്ടുണ്ടായി, പാപമാണ് രോഗത്തിന്റെ കാരണം. അപ്പോൾ ഈ താൽക്കാലിക രോഗസൗഖ്യത്തിന് വേണ്ടിയാണ് അവിടെ എല്ലാവരും നിൽക്കുന്നതും. അപ്പം അതിനകത്ത് യുക്തിവാദി സംഘത്തിന്റെ ഒരു നേതാവ് ഭാഗത്താനും പുള്ളി പറയുന്നത് ഇത് തട്ടിപ്പാണ്, വെട്ടിപ്പാണ്. പക്ഷെ എൻ്റെ അനുഭവമാണ്, ഞാനത് ഇവിടെ പ്രൂവ് ചെയ്യുന്നുണ്ട്, ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അവിടുത്തെ ഒരു എൻ്റർടൈൻമെൻറ്റ് ചാനൽ ജമ്പ് ചെയ്ത് പോയി. പക്ഷെ അതുകൊണ്ട് എന്ത് പറ്റുന്നറിയാമോ അച്ഛാ, അതിനകത്ത് ഒരു കാര്യം പറയാനുള്ളത്, 40 വർഷം മുമ്പ് ഞാൻ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന ഒരു സമയമുണ്ട്. അത് എനിക്ക് പ്രൂവ് ചെയ്യാൻ സ്വന്തം നാട്ടിലും അല്ലെ എന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത മുത്തൂറ്റ് രാജൻ ഡോക്ടർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു ബേക്കുട്ടി എന്ന് പറയുന്ന, ഡൽഹിയിലാണ്, ഇപ്പോൾ UK അദ്ദേഹം, ബേക്കുട്ടിച്ചാൻ എന്ന് പറയും, കുന്നുംപുറത്ത് അല്ലെങ്കിൽ പുന്നക്കൽ ബാബുക്കുട്ടി, അങ്ങനെ കുറേ പേരുണ്ട് അവിടെ പ്രാർത്ഥിക്കാൻ വന്നവരൊക്കെ ഉണ്ട്. ആ സമയത്ത് തലമുടി കുഞ്ഞുഞ്ഞ് എന്ന് പറയുന്ന ഒരു ദേവദാസൻ, പുള്ളി അന്ന് നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. പുള്ളി അപ്പം ഞാൻ ഈ മരണത്തോട് മല്ലടിച്ച് 3 ട്യൂബും ഘടിപ്പിച്ച് വയറെല്ലാം വീർത്ത് ശരീരമെല്ലാം വീർത്ത് ഇപ്പം മരിക്കും എന്ന് പറഞ്ഞ് എൻ്റെ ഫാദറൊക്കെ അടുത്തിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ അറിയാമല്ലോ, മരിക്കാൻ നേരത്ത് വെള്ളം വായിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ സമയാരകത്തിലൊക്കെ പാടുന്നു, ആൾക്കാർ വന്ന് കണ്ടിട്ട് പോകുന്നു. അപ്പോൾ അങ്ങനെ പൂവമ്മല സെമിത്തേരിയിൽ അടക്കണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഇരുന്ന സമയത്ത് ഈ പാസ് വന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞു,
ഇവൻ മരിക്കത്തില്ല. ഈ രോഗസൗഖ്യം ലോകം മുഴുവൻ അറിയും യേശുക്രിസ്തുവിന്റെ നാമമഹത്വത്തിനായി പറയും, ആത്മാവിൽ പ്രവചിച്ചു. പക്ഷെ അത് 40 വർഷം കഴിഞ്ഞ് ഇങ്ങനെ ഈ 24-ലൂടെ ആണെന്നുള്ളത് എനിക്ക് ഈ പ്രോഗ്രാം കഴിഞ്ഞ് വീട്ടിലിരുന്നപ്പോഴാണ് മനസ്സിലായത്. ഇതായിരുന്നല്ലോ അതിന് നിവൃത്തി. കാരണം ഇവിടെ ഗോസ്പൽ ചാനലുകൾ നിരവധിയുണ്ട്, ഇവിടെ മറ്റ് ഇതര മീഡിയാസ് ഉണ്ട്, ഞങ്ങളുടെ യൂട്യൂബ് ഉണ്ട്, അല്ല എൻ്റെ ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ കൺവെൻഷനുകളുണ്ട്, മറ്റു പല പ്രോഗ്രാമുകളുണ്ട്. പക്ഷെ അവിടെയൊക്കെ പോയി പറയുന്നതിനേക്കാൾ ഉപയോഗിച്ചത് ഒരു 24-ലെ 2 മിനിറ്റത്തെ അത് യേശു കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി. അതുകൊണ്ട് 100-ലധികം കോളുകൾ വന്നു. ഇപ്പോഴും ഫേക്ക് ഐ ഡി എന്ന് വിളിക്കുന്നുണ്ട്, ഹണി ട്രാപ്പ് ഉണ്ട്, ഉറങ്ങിയോ കഴിച്ചോ, ഭാര്യ അടുത്തുണ്ടോ എന്നൊക്കെ ചോദിച്ചോണ്ട്. കാരണം എൻ്റെ റെസ്പോൺസ് എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട്, ഇനി നമ്മുടെ ഇടയിൽ നാമൊന്നും അറിയത്തില്ല കേട്ടോ, നമ്മുടെ ഇടയിലെ ആൾക്കാരെ അറിയാമല്ലോ പലരെയും. അപ്പം ഇപ്പോഴും ഓരോരുത്തർ ഇന്നും നമ്പർ ചോദിച്ച് ഒരുപാട് പേര് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന്. അപ്പോൾ എന്നെ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് ഒരാൾ വിളിച്ചു, ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി, രോഗസൗഖ്യമല്ല വലുത്, ഞാൻ മരിച്ചാലും യേശുക്രിസ്തുവിലുള്ള നിത്യജീവൻ. അതുകൊണ്ട് എനിക്കിപ്പം ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഡയാലിസിസ് ചെയ്തില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, എനിക്ക് മരണഭീതി മാറിപ്പോയി. അപ്പം അദ്ദേഹം മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന ഒരു അനുഭവത്തിൽ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഇനി പ്രത്യാശയ്ക്ക് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു കർത്താവ് സൗഖ്യമാക്കും, പക്ഷെങ്കിൽ കർത്താവിൻ്റെ ഇഷ്ടം എന്താണെന്ന് അറിയത്തില്ല. പക്ഷെ താൽക്കാലിക സൗഖ്യത്തെക്കാൾ ദൈവത്തിൻ്റെ ഒരു വലിയ പ്രവൃത്തിയാണ് ആന്തരിക രോഗസൗഖ്യം. അത് പാവം മോചിച്ച് യേശുവിൻ്റെ രക്ഷയാണ്, ആത്മരക്ഷയാണ്. ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ആശ്വാസം. ഇന്നലെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വിളിക്കുന്നു. എനിക്കിപ്പോൾ അന്ന് 2 ദിവസം ഈ ഫോണിൽ മാത്രമായിരുന്നു സമയം ചെലവിട്ടുകൊണ്ടിരുന്നത്. കാരണം ഒത്തിരി പേര് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞത് ജമ്പ് ചെയ്ത് എൻ്റർടൈൻമെൻറ്റ് ചാനലായിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പം ശ്രീകണ്ഠൻ നായരെ പോലുള്ള മനുഷ്യനെ എൻ്റെ വയറിലോട്ട് കൈ വെച്ചിട്ട് ഈ വയറിന് ചൊക്കെന്ന് പറഞ്ഞപ്പോൾ പുള്ളിയുടെ ഒരു രീതിയല്ലയോ. പുള്ളി നല്ലൊരു മനുഷ്യനാണ്. യേശുക്രിസ്തുവിൻ്റെ രക്ഷയില്ലെങ്കിലും പിന്നെ യേശുക്രിസ്തുവിൻ്റെ എനിക്ക് തോന്നുന്ന ആത്മാവിൻ്റെ സ്വഭാവങ്ങളൊക്കെ നമ്മുടെ ലീഡേഴ്സിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് എന്ത് ചെയ്ത് കിട്ടും, കാണാൻ പറ്റും. ഇദ്ദേഹത്തിന്റെ വീഡിയോ കണ്ടല്ലോ, ആ പ്രോഗ്രാം കണ്ടല്ലോ, എന്തോ തോന്നുന്നു? അദ്ദേഹത്തിന്റെ വീഡിയോ കണ്ടിട്ട് ഒരു സുഹൃത്ത് എന്ന നിലയിൽ എനിക്കൊത്തിരി അഭിമാനം തോന്നി. കാരണം ലോകം മുഴുവൻ മലയാളം അറിയാവുന്ന ആളുകൾ ഈ വീഡിയോ കണ്ടിട്ട് അദ്ദേഹത്തോട് അസൂയില്ലാത്തവർ അഭിനന്ദിക്കും മനസ്സുകൊണ്ടെങ്കിലും. ഞാൻ അദ്ദേഹത്തെ വിളിച്ചായിരുന്നു, അഭിനന്ദിച്ചായിരുന്നു. അത് സാധാരണഗതിയിൽ സുഹൃത്ത് നിലയിൽ മറ്റുള്ളവർക്കൊരു അഭിമാനം തോന്നും. കാരണം 1-2 വാക്കുകളാണ്, അത് മാത്രമേ അവർ ഹൈലൈറ്റ് ചെയ്ത് ഇട്ടിട്ടുള്ളൂ. അത് ലോകത്തോട് പറയുന്നൊരു സത്യം. ഇപ്പോൾ കഴിഞ്ഞിടയ്ക്കൊരു ക്രിക്കറ്റിനകത്തുണ്ടായിരുന്നൊരു ജമീമ എന്ന് പറയുന്ന ആൾ പറയുന്ന ആ വേർഡിന് നമ്മുടെ എന്നെപ്പോലെയുള്ള അല്ലെങ്കിൽ നമ്മളെപ്പോലെയുള്ള ദൈവദാസന്മാർ എത്രയോ സ്ഥലങ്ങളിൽ പതിറ്റാണ്ടുകളായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഒറ്റ വീടുകൊണ്ട് ലോകത്തോടൊക്കെ യേശുക്രിസ്തു രക്ഷകനാണെന്നും യേശുക്രിസ്തുവിലൂടെയുള്ള വിടുതലുണ്ടെന്നും അറിയാൻ പറ്റി. ആ അർത്ഥത്തിൽ അദ്ദേഹം ലോകത്തോട് ഇത് പറഞ്ഞത് ഭയങ്കരമായിട്ട് ഞാൻ സന്തോഷം തോന്നി. അതൊരു വലിയ കാര്യമാണെന്ന് തന്നെ ഞാൻ ചിന്തിക്കുന്നു. പെന്തക്കോസ്ത് സമൂഹത്തിൽ അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ ഇനിയും ഉണർന്നു വരണമെന്ന് ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുകയും ചെയ്ത ഒരാളാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴേ ഈ ഹൈന്ദവരായിട്ടുള്ള ആൾക്കാരുണ്ട്, പല ആൾക്കാരുണ്ട്. അപ്പോൾ എന്നോട് ബെന്തക്കോസുകാരൻ ഞാൻ ഒറ്റയൊരുത്തരേ ഉള്ളൂ. ഉപദേശിയുടെ മകൻ അല്ലെ ബെന്തക്കോസുകാരൻ എന്ന് പറയുമ്പോൾ ഒരു അവജ്ഞയോടുകൂടിയായിരുന്നു എന്ത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എന്നോട് പിന്നെ കോളേജ് പഠിക്കുമ്പോൾ ചോദിച്ചുകൊണ്ട് ബെന്തക്കോസുകാരൻ അല്ലെ ഞാൻ മർത്തോമക്കാരനാണെന്ന് പറഞ്ഞു, രക്ഷപ്പെടാൻ വേണ്ടി. കാരണം എൻ്റെ ആ അഭിമാനം. പക്ഷേങ്കിൽ അതിനെ പൊളിച്ചടുക്കിക്കൊണ്ട് ഒരു 24-ൽ പോയിരുന്നിട്ട് ഞാനൊരു ബെന്തക്കോസുകാരനാണ്, ഞാൻ യേശുക്രിസ്തുവിനെ, അതൊക്കെ എൻ്റെ ജീവിതത്തിൽ എത്രത്തോളം ഞാൻ എന്ത് ചെയ്യും, നീ ഇവരിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ച പോലെ 3 പ്രാവശ്യം തള്ളി പറഞ്ഞപ്പോൾ 3 ചോദ്യം ചോദിച്ച പോലെ, അതുപോലെ എൻ്റെ ഒരു അനുഭവത്തിൽ യേശു കർത്താവിനെ ഉയർത്താൻ പറ്റിയത് വലിയ ഭാഗ്യം. അത് എങ്ങനെ റിയാക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ട്രെയിനിൽ പോകുമ്പോഴും അടുത്തിരിക്കുന്നു, എവിടെ വെച്ചോ കണ്ടിട്ടുണ്ടല്ലോ, ആ പ്രോഗ്രാമിലുണ്ടായിരുന്നു, യേശു ക്രിസ്തുവിനെ പറ്റി പറഞ്ഞായിരുന്നോ. ഇപ്പം ഞാൻ തിരുവല്ലയിൽ വന്ന് ഇറങ്ങിയപ്പം തന്നെ എന്നെപ്പോലും അറിയാത്തവർ ഓടി വന്നിട്ട് താങ്കളത് പറഞ്ഞത് നന്നായി പോയി കേട്ടോ എന്ന് പറഞ്ഞ അക്രൈസ്തവരും ക്രൈസ്തവരായിട്ടുള്ളത് ബെന്തക്കോസ്തുകാരുടെ കാര്യം മാത്രമല്ല പറയുന്നത്. ഇന്നലെ മിനിങ്ങാന്നാന്ന് തോന്നുന്നു, എന്നെ ടോം എന്ന് പറഞ്ഞൊരു സഹോദരൻ വിളിച്ചു. എന്നോട് പറഞ്ഞ എൻ്റെ ലൈഫ് മുഴുവൻ തകർന്നിരിക്കുക, നമ്മൾ സുഹൃത്തുക്കളായിരുന്നു, പക്ഷേ നിങ്ങൾ അനുഭവിക്കുന്ന സമാധാനം എനിക്ക് വേണം. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും നിന്നെ കോൺടാക്ട് ചെയ്യാം. അങ്ങനെ പലരും സമൂഹത്തിൻ്റെ
പ്രാർത്ഥിക്കാൻ വേണ്ടി സമൂഹത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും വിളിക്കുന്ന ഒരു അനുഭവം അതിൽ കൂടെ ഉണ്ടായി. പക്ഷേ ഇപ്പം പറഞ്ഞ പോലെ SKനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രോഗ്രാം ഒരു എൻ്റർടൈൻ അനുഭവത്തിൽ കൂടെ കൊണ്ടുപോകണമെന്നുള്ളതേ ഉള്ളൂ. അതിനകത്ത് വന്ന ദൈവദാസന്മാരെല്ലാം അദ്ദേഹത്തിന്റെ ചാനൽ, അദ്ദേഹത്തിന്റെ പ്രോഗ്രാം എന്നുള്ള നിലയിൽ അദ്ദേഹം എപ്പോഴും അതാണല്ലോ പിന്നെ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഭാഗത്തുനിന്ന് വന്നവർ അവരുടെയൊക്കെ ഭാഗങ്ങളൊക്കെ പറഞ്ഞ് കേട്ട് കാണുമല്ലോ. പക്ഷേ വേറൊരു പാസ്റ്റർ ഉണ്ടായിരുന്ന IPCയിലെ ആ പാസ്റ്റർ വൈഫ് നല്ലൊരു എക്സ്പീരിയൻസ് പറഞ്ഞു. അപ്പം ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് സൗഖ്യം, ഇവരെല്ലാം ചോദിക്കുന്ന സൗഖ്യം കിട്ടിയതിൻ്റെ തെളിവാണ്. അപ്പം ഞാൻ പറയുന്നൊരു കാര്യം, അപ്പം ഞാൻ അവിടെ പറഞ്ഞു ഈ സൗഖ്യം കിട്ടിയോണ്ടല്ലയോ ഈ നടന്നു വന്നതിൻ്റെ ഒരു തെളിവ്. കാരണം ആ ആൻറ്റിക്ക് വയ്യാതെ കിടന്ന ഒരു ആൻറ്റിയാണ്. അതിൽ ഒന്ന് ഞാനും അതിൻ്റെ തെളിവെന്ന് ഞാൻ സൈനൊക്കെ കാണിച്ചിട്ട് അവർക്ക് അതും കൊണ്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, യുക്തിവാദിയുടെ നേതാവിനോട് പറഞ്ഞു ഞങ്ങളുടെ കൂടെ വാ. അപ്പോൾ അദ്ദേഹം ഈ യുക്തിവാദികൾക്ക് മനസാക്ഷിയില്ലല്ലോ, അവർ മനസാക്ഷി ഇവിടാന്നാണ് പറയുന്നത്, ഇവിടെ ബ്രെയിനിലാണെന്ന് പറയുന്നത്, ഹാർട്ടിൻ്റെ അല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ വാ. എനിക്കിപ്പം നമ്മുടെ അടുത്തുള്ള നായേഴ്സ് ഫാമിലി ഒരുപാടുണ്ട്. ഞാൻ റൗണ്ട് മുഴുവൻ ഞങ്ങൾ മാത്രമുള്ള ബന്ധക്കോസ് മുഴുവൻ നായേഴ്സ് ഫാമിലിയാണ്. അവരെൻ്റെ രോഗസൗഖ്യം കണ്ടതാണ്, അവർ പറഞ്ഞതാണ്, പ്രാർത്ഥിച്ച് ഇവരെല്ലാം കൂടെ കൊല്ലു ഈ കുഞ്ഞിനെ എന്ന് പറഞ്ഞാണ്ട് രാജൻ ഡോക്ടർ ജീവിച്ചിരിക്കും. എന്തുവായിരുന്നു സംഭവം, അതൊന്ന് വിശദീകരിച്ചേ. ആക്ച്വലി എനിക്ക് 2 മാസം പ്രായമുള്ളപ്പോൾ എൻ്റെ മമ്മിയുടെ വീട് തടിയൂരാണ്, ശാലയംപള്ളിയുടെ തൊട്ടടുത്താണ്. എൻ്റെ പപ്പായുടെ വീട് തീയാടിക്കലാണ്. എൻ്റെ പപ്പായുടെ പേര് ജോസഫ് കെ ജോസഫ് എന്നാണ്, മമ്മിയുടെ പേര് ലീലാമ ജോസഫ്. എനിക്ക് 2 സഹോദരങ്ങളാണ്. ഒന്ന് എൻ്റെ ഇളയ പെങ്ങൾ ലിജി, അത് ഞാനാണ് മൂത്തത്. എൻ്റെ അനിയൻ ലിജു, അവൻ അയർലൻഡിലാണ്, അവൾ കുവൈറ്റിലാണ്, അവിടെ ഹസ്ബൻഡും അയർലൻഡിലാണ്. അപ്പം ഞങ്ങളൊരു ജനിച്ചു വളർന്നത് ഒരു പെന്തക്കോസ് അനുഭവത്തിൻ്റെ ഒരു ആത്മീയ ബാക്ക്ഗ്രൗണ്ട് അല്ല, മർത്തോമ അങ്ങനെ ഇവാഞ്ചലിക്കൽ ഐരൂര് ഒരു മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. എൻ്റെ അപ്പച്ചൻ പ്രമാണത്തിന് വേണ്ടി നിന്ന ഒരാളാണ്. പപ്പായാണെങ്കിലും ആത്മീയപരമായിട്ടുണ്ടെങ്കിലും ഈ എൻ്റെ രോഗസൗഖ്യത്തിൽ കൂടാണ് കൂടുതൽ യേശു കർത്താവിനെ അറിയാൻ പറ്റുക. ഇപ്പം ഈ രോഗസൗഖ്യം കിട്ടിയത് കൊണ്ടാണ് ശരിക്കുമുള്ള റിയാലിറ്റി, ഈ സംഘടനയേക്കാൾ ഉപരിയായി ക്രിസ്തുവിലുള്ള ഒരു ബന്ധം അനുഭവത്തിൽ കൂടെ. അപ്പം 2 മാസം പ്രായമുള്ളപ്പോൾ എൻ്റെ പിതാവ് ഗൾഫിലായിരുന്നു, അദ്ദേഹം നല്ല ജോലിയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പം മമ്മി മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ എനിക്കൊരു പെട്ടെന്നൊരു പനി വന്നു. പനി വന്നപ്പം പെട്ടെന്നൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആ ഹോസ്പിറ്റലിൻ്റെ പേരൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത് ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അവർ ഓവർഡോസ് ആയിരുന്നു. 24 hours ആൾ പോയി. അങ്ങനെ പെട്ടെന്ന് മുത്തൂറ്റോട്ട് കൊണ്ടുവന്നു. രാജൻ ഡോക്ടർ ട്രീറ്റ്മെൻറ്റ്, അങ്ങനെ എൻ്റെ ജീവൻ തിരിച്ചു കിട്ടി. അങ്ങനെ ഏകദേശം 9 വർഷത്തോളം ട്രീറ്റ്മെൻറ്റിൽ കൂടെ മെഡിസിൻ, എൻ്റെ കൂടെ ഇരുന്നവരൊക്കെയും ഹോസ്പിറ്റലിൽ കിടന്നവർ മരിച്ചുപോയി. ഇവിടെ സായിപ്പിൻ്റെ ആശുപത്രി, പുഷ്പേരി, അങ്ങനെ നിരവധി ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത്. എൻ്റെ അമ്മാച്ചൻ്റെ വൈഫിൻ്റെ പേരാണ് ഡെയ്സി. ഡെയ്സി ആൻറ്റിയോട് ചോദിച്ചാണ് രാജൻ ഡോക്ടർ ഇന്ന് ഞാൻ ജീവിച്ചിരിപ്പുണ്ടോ. കാരണം അത്ര ക്രിട്ടിക്കൽ സ്റ്റേജിൽ കൂടെ കടന്നുപോയി. അങ്ങനെ ഈ ബേക്കുടിച്ചാൻ എന്ന് പറയുന്നവരും അതുപോലെ തന്നെ കുന്നുംപുറത്തുള്ള ബാവുച്ചായനെ, അവരൊക്കെ ഇന്ന് പാസ്റ്റർമാരാണ്. ബേക്കുടിച്ചാൻ എന്ന് പറയുന്ന പുന്നക്കൽ ഫാമിലി, അതൊക്കെ വന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. ഒരുപാട് പേര് വന്ന് പ്രാർത്ഥിക്കുകയും പാസ്റ്റേഴ്സ് വന്ന് പ്രാർത്ഥിക്കുകയും അങ്ങനെയാണ് ദൂതിൻ്റെ ഒരു നിറവേറൽ പോലെ വന്നത്. അങ്ങനെ 9 വർഷം ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും എൻ്റെ രോഗം കുറയുന്നില്ല. അങ്ങനെ ഫാദർ പറഞ്ഞു ഇവനെ കിട്ടുകയാണെങ്കിൽ കർത്താവിന് വേണ്ടി കൊടുത്തേക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഈ പാടുന്ന സമയം ഞാൻ ഓർക്കുന്നുണ്ട്, സമയമാം രഥത്തിൽ സ്വർഗ്ഗയാത്ര എന്ന്, കാരണം ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു അനുഭവമാണ് വായി വെള്ളം ഒഴിച്ച്. ആ സമയത്തൊക്കെ ഓർക്കുന്നുണ്ട് എനിക്ക് തീരെ അസ്വസ്ഥത. അപ്പം ഞങ്ങളുടെ അടുത്തുള്ളവരൊക്കെ പ്രശ്നമുണ്ടാക്കി ഞങ്ങളുടെ കസിൻസിനെയൊക്കെ വിളിച്ച് പറയുന്നുണ്ട് ഇവർ ഈ പ്രാർത്ഥനയിൽ കൂടാണ് ഈ കുഞ്ഞിനെ കൊല്ലുകയാണെന്നൊക്കെ പറഞ്ഞു. അവസാനം ഏതായാലും കൊള്ളാം, പൂർണ്ണമായ ഒരു ഹീലിംഗ് 89 എനിക്ക് എന്ത് ചെയ്തു. അങ്ങനെ വീട്ടിൽ ആരംഭിച്ച ഒരു പ്രവർത്തനമാണ്. 89 ആയപ്പോഴേക്ക് എന്നെ പ്രായമുണ്ട്. എനിക്ക് ഏകദേശം 9 years, ഞാൻ 81-ലാണല്ലോ. അപ്പം 9 yearsലോളം അടുത്ത് വന്നു. അങ്ങനെ ഞാൻ ചിങ്ങവനത്ത് ന്യൂ ഇന്ത്യ ചർച്ചുകൊണ്ട് ആ ഓഡിറ്റോറിയത്തിൻ്റെ ഉദ്ഘാടനത്തിന് എന്നെ ഇന്നും കയറ്റി സാക്ഷ്യം പറയിപ്പിക്കുന്നൊക്കെ ഓർക്കുന്നുണ്ട്. ഉദ്ഘാടനത്തിന് പിന്നെ യുവ സന്ദേശത്തിൻ്റെ അകത്ത് വന്നു, ഇങ്ങനെ മാസികക്കകത്തൊക്കെ വന്നു. പിന്നെ ഞാനിതൊക്കെ അങ്ങ് വിട്ടു. പിന്നെ കോളേജ് ജീവിതം, അങ്ങനെ സായിച്ചാൻ്റെ കൂടെ കുറച്ച് നാൾ ജീസസ് മിഷൻ വർക്ക് ചെയ്തു. തീയാടിക്ക് നമ്മുടെ അറിയാമല്ലോ, കേരള ബന്ധക്കോസ്തലത്തിൽ ജെയിംസ് ചാനൊക്കെ ഉണ്ടല്ലോ, ഓർക്കുന്നുണ്ടല്ലോ. അങ്ങനെ പിന്നെ എന്നെ കൂടുതലും ഇതിനകത്ത് ആത്മീയത്തിലേക്ക് കൊണ്ടുവരാൻ ജെയിംസ് കുര്യാക്കോസ് എന്ന് പറഞ്ഞൊരു പാസ്റ്റർ, മരിച്ചുപോയ റാന്നിക്കാരനുണ്ടായിരുന്നു. പ്രിൻഷാൻ്റെ ഫാദറായിരുന്നു ഞങ്ങളുടെ അവിടുത്തെ ആ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട്. അന്ന് CC മാത്യു സാറുമായിട്ടൊക്കെ കൈംബ്രോയാറുമായിട്ടൊക്കെ ബന്ധപ്പെടുന്ന സമയമാണ്. അങ്ങനെ ഏതായാലും വളർന്ന് ഞാൻ ഗ്രേസിൽ പോയി. ഗ്രേസ് ബൈബിൾ കോളേജിലാണ്. പിന്നെ ഇങ്ങനെ ഇവരുമായിട്ടൊക്കെ യൂത്തിൻ്റെ ഇടയിലും PYC ഇങ്ങനെയുള്ള SPC ഇങ്ങനെ എല്ലാവരുമായിട്ട് സഹകരിച്ച് പോകുന്നു. ഇപ്പോൾ പറഞ്ഞതിൻ്റെ കാര്യം ഞാൻ പോകാൻ ഉദ്ദേശിച്ചതല്ല, പക്ഷേ ഇതൊരു പ്രവചന നിവൃത്തിയായിരുന്നു എന്നുള്ളത് ദൈവാത്മാവിനോട് പിന്നീട് സംസാരിച്ചു. കാരണം ഞാൻ മറന്നുപോയി ഈ വിഷയങ്ങളൊക്കെ. പക്ഷെങ്കിൽ ഞാൻ 100 വർഷം ജീവിച്ചിരുന്നാലും ഒരിക്കലും
എത്തിപ്പെടാൻ പറ്റാത്ത ഇനിയിപ്പോൾ എനിക്ക് 24 പ്രസംഗിക്കാൻ പോലും അവസരം കിട്ടത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ എമൗണ്ട് എത്രയായിരിക്കും. സാധാരണ ഒരു ചാനലല്ല, ഗോസ്പൽ ചാനലല്ലല്ലോ. ഞാൻ ഇപ്പോൾ കൊല്ലം ടൗണിലെ ചർച്ചിലെ പാസ്റ്ററാണ്. നമുക്കവിടെ 10ഓളം പ്രവർത്തനങ്ങളുണ്ട്. അപ്പം ഞാൻ തിരുവല്ലയിൽ ഇവിടെ തലയാറിലായിരുന്നു. തലയാറിൽ നിന്നാണ് ഞാൻ അങ്ങോട്ട് പോയി. ചങ്ങനാശ്ശേരി ടൗണിൽ ഞാൻ 9 വർഷം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ 2001 ഞാനൊരു ഗോസ്പൽ ചാനലിൽ എൻ്റെ സാക്ഷ്യം വെണ്ണിക്കുളത്ത് 2001 ഇത് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം, നമ്മുടെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ ഒരു അവസരം നമുക്ക് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, നമ്മുടെ വിശ്വാസികൾ കൊടുത്തില്ല. പക്ഷേങ്കിൽ എനിക്ക് അവിടെ ഒരു കർത്താവിനെ അറിയിക്കാൻ ഒരു മീഡിയ, അതൊരു 2 മിനിറ്റേ ഉള്ളല്ലോ. പക്ഷേങ്കിൽ അത് 3 ലക്ഷം പേരൊക്കെ ഒരാൾ കട്ട് ചെയ്തിട്ട് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ റീച്ച് ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ അതിനകത്ത്. യേശുക്രിസ്തുവിൻ്റെ നാമം മഹത്വപ്പെടണം. ആ രോഗസൗഖ്യം കിട്ടി, അത് ഞാൻ ഓർക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ അവസ്ഥ, എൻ്റെ കൂടെ കിടന്നവരൊക്കെ മരിച്ചുപോയ അവസ്ഥ, ഈ സായിപ്പിൻ്റെ ആശുപത്രിയിൽ നിന്ന് വീട്ടിൽ പോകാൻ സമയമില്ല, ഇവിടെ തന്നെയായിരുന്നു ആ സമയത്തൊക്കെ. പുഷ്പേരിൽ വർഷങ്ങൾ രോഗിയായിട്ട് പിന്നെ തിരിച്ചു കിട്ടിയത് ദൈവത്തിൻ്റെ ഒരു. അങ്ങനെ തടിയൂർ എന്ന ഗ്രാമത്തിൽ കടയാർ എന്ന് പറയുന്ന സ്ഥലത്ത് പുത്തൻ ശബരിമല, അതിലെയാണല്ലോ ഈ അയ്യപ്പൻ്റെ ഒരു ചരിത്ര പ്രസിദ്ധമായ സ്ഥലങ്ങളൊക്കെയാണ്. തടിയൂർ ദേവീക്ഷേത്രം, കടയാർ റാന്നിക്ക് പോകുന്ന റൂട്ടാണ്. അവിടെ ഒരു ചർച്ച് അങ്ങനെ സ്ഥാപിച്ചു. ഞങ്ങൾ ഇപ്പം അവിടെ ചർച്ചില്ല, ഞങ്ങൾ ആദ്യം ഷാരോണിലായിരുന്നു, നമ്മുടെ ഈ കാട്ടാത്താനി ഷാരോൻ തുടക്കം പിച്ച വെച്ചത്. പിന്നെ ഇങ്ങോട്ടുള്ള പ്രവർത്തനത്തോട് ബന്ധപ്പെട്ട് തമ്പിച്ചായനെ, പ്രിൻഷാൻ്റെ ഫാദർ, ഇങ്ങനൊരു അനുഭവത്തിൽ കൂടെ. പക്ഷേ എനിക്ക് ഭയങ്കര ഞാൻ അന്ന് വന്നിരുന്നിട്ടേ രാത്രി ഒത്തിരി കരഞ്ഞ ദിവസമല്ലേ. എനിക്കെന്തോ ഭയങ്കര ഒരു എന്താ പറയുന്നത്, ഏതാണ്ട് ചാനലിൽ വന്നതല്ല, ഈ ഒരു എന്താ പറയുന്നത്, എനിക്ക് അഭിമാനമൊന്നുമല്ല, കർത്താവിനെ പറ്റി പറയാൻ പബ്ലിക്കായിട്ട്. ഒരു കാലഘട്ടത്തിൽ പെന്തക്കോസുകാരനാണ് അല്ലെന്ന് പറഞ്ഞ ആള് പെന്തക്കോസുകാരനല്ലെന്ന് പറയാൻ കാര്യമുണ്ട്. പെന്തക്കോസുകാരുടെ സാക്ഷ്യം നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടുകൾ സമൂഹത്തിലുണ്ട്. പക്ഷെങ്കിൽ എനിക്ക് ഇരിക്കാൻ കഴിയുന്നില്ല, നിൽക്കാൻ കഴിയുന്നില്ല, കഴിക്കാൻ കഴിയുന്നില്ല. എന്തോ ഒരു പ്രത്യേക ഒരു ദൈവ സാന്നിധ്യത്തിൻ്റെ ഒരു ഭയങ്കരം അത് ഇപ്പോഴും എന്നിൽ നിന്ന് പോയിട്ടില്ല കേട്ടോ. എന്തോ അല്ല, അത് എൻ്റെ വൈഫ് എപ്പോഴും പറഞ്ഞു, നിങ്ങൾ അതിന് ഹാങ്കോവറൊന്നും അല്ല ഞാൻ പറയുന്നത്, യേശു കർത്താവിനെ പറ്റി പറയാൻ പറ്റിയല്ലോ. പക്ഷെ എനിക്ക് വേണമെങ്കിൽ അവിടെ പറയാതെ ഈ രോഗസൗഖ്യത്തെ പറ്റി മാത്രം എന്ത് ചെയ്യാൻ പറ്റും. എൻ്റെ ഒരു ആഗ്രഹം ഇങ്ങനെയൊക്കെയുള്ള ചാനലുകൾ നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ സെക്യുലർ ആയിട്ടുള്ള വ്യൂവേഴ്സ് ഉള്ള ചാനലുകൾ വേണമല്ലോ. അതാ ആളുകൾ കാണുന്നത് വേണമല്ലോ. എനിക്ക് അതിലും ആ സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ ബാച്ചിൽ പഠിച്ച കുട്ടികൾ, എൻ്റെ കൂടെ പഠിച്ച സ്റ്റുഡൻസ്, പിന്നെ ഈ ഞങ്ങളുടെ അത് ഗ്രൂപ്പുകളുണ്ട്, അതിനകത്തെല്ലാം എടുത്തിട്ടു. ഇത് ഒരു പിന്നെ പെന്തക്കോസ്റ്റുകാരുടെ ഇടയിലോ ക്രൈസ്തവരുടെ ഇടയിലോ മാത്രമല്ല, ഇത് മറ്റിതര കമ്മ്യൂണിറ്റിയുടെ ഇടയിലേക്ക് ചെന്നപ്പോൾ അവരുടെ നോക്കി ആൾക്കാർ വിളിച്ചിട്ട് അതിൻ്റെ പ്രതികരണം പറയുന്നത്, നിങ്ങൾ പറഞ്ഞ റിയാലിറ്റി ആണല്ലോ, ഏത് സൗഖ്യം കിട്ടിയാലും മരിക്കും, ശാരീരിക മരണം എന്ത് ചെയ്യും, സംഭവിക്കും. അപ്പം ആ ഒരു ദൈവ സാന്നിധ്യം ഇപ്പോഴും അതിനകത്ത് അനുഭവിക്കുന്നു. പക്ഷേ അത് വന്നതിന് ശേഷം കേട്ടോ, അതിനെ നമുക്ക് അതിനെപ്പറ്റി വലിയ ഇതൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇത് ഇങ്ങനെ വരുമെന്നുള്ളത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചതും ഇല്ല. ഓക്കെ പാസ്റ്റേ ആ എക്സ്പീരിയൻസ്, ഈ പറഞ്ഞ കാര്യങ്ങൾ, അത് വൈറലായത് ഒക്കെ ജീവിതത്തിലെ ഒരു പുതിയ എക്സ്പീരിയൻസ് അല്ലേ? കർത്താവിനെ പറ്റി നമ്മൾ കൺവെൻഷനുകളിലും അല്ലെങ്കിൽ ഉപവാസ പ്രാർത്ഥനയിലും ശുശ്രൂഷിക്കുന്നിടത്തും നമ്മുടെ സഭയിലും മാസികത്തിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് പറയാൻ വേണ്ടി പോയതല്ല. പക്ഷെ അതിനൊരു മുഖാന്തരം ദൈവം ഒരുക്കി. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഈ രോഗസൗഖ്യം എല്ലാ ജാതി മതസ്ഥർക്കും അവർക്ക് അവരുടെ അനുഭവത്തെ ഖണ്ഡിക്കാൻ എന്ത് ചെയ്യത്തില്ല, പറ്റത്തില്ല. അപ്പോൾ ഗുരുജി പറഞ്ഞ പല കാര്യങ്ങളും ഖണ്ഡിക്കാൻ എന്ത് ചെയ്യത്തില്ല, പറ്റത്തില്ല. മെത്തഡോളജി മാറ്റണം, അതാണ് നമുക്ക് ബോധ്യമാകുന്നത്. ഇപ്പം ഞാൻ വേറെടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഒരു കപ്പൽ തകരാൻ തുടങ്ങുന്നു, നമ്മളെല്ലാം കപ്പൽ യാത്രയിലാണ്. അപ്പോൾ കുടിക്കാൻ വെള്ളം വേണം, ദാഹമുണ്ടായി. ഒരു കുപ്പി വെള്ളം അച്ഛനോ അല്ലെ എനിക്കോ ഷിനു പാസ്റ്റർക്കോ കൊടുത്തെന്ന് വെച്ചു, അതുകൊണ്ട് ആ കപ്പലിൽ നിന്ന് രക്ഷപ്പെടുത്തില്ല. അത് അന്നേരത്തെ ഒരു ദാഹം ശരീരത്തിന് മാറിയെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഒരു ലൈഫ് ജാക്കറ്റ് അല്ലെങ്കിൽ ഒരു ലൈഫ് ബോട്ട് നമ്മൾ ഈ അങ്ങ് തുറന്നു പറയാമല്ലോ, ഈ പഴത്തിൻ്റെ തൊലിയേക്കാൾ അകത്തിരിക്കുന്നതിനില്ലയോ. എല്ലാവർക്കും ഈ തൊലിക്കാണല്ലോ ഈ ചികിത്സ കൂടുതൽ കൊടുക്കുന്നത്, അകത്തിരിക്കുന്ന സംഭവമല്ലേ ഏറ്റവും വലുത്. അതെ, രോഗസൗഖ്യം എങ്ങനെ കിട്ടിയാലും അത് നിത്യതയിൽ എത്തിക്കത്തില്ല.
പക്ഷേ ഇവിടം കൊണ്ട് അത് അവസാനിക്കും. അവസാനിക്കും. ആത്മാവിന്റെ സൗഖ്യമാണ് ഏറ്റവും പ്രധാനം. അതിലേക്ക് വരാനുള്ളൊരു വഴി ഒരു മുഖാന്തരം എന്നുള്ളതേ ഉള്ളൂ. അത് എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. ഇപ്പോൾ പറഞ്ഞ പോലെ പെന്തക്കോസ് അനുഭവം എന്ന് പറയുന്നത് ചിലർ അനുഭവത്തിൽ കൂടെ കടന്നു വരും. ഇപ്പോൾ പലരും ഇന്ന് തിരിച്ചു പോകുന്ന ഒരു അനുഭവത്തിലേക്ക്, കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് കണ്ടു, പെന്തക്കോസിൽ നിന്ന് ഒരുപാട് പേര് പോകുന്നു. സത്യം പറഞ്ഞാൽ ഇത് അനുഭവത്തിൽ കൂടെ വന്നവർ ഒരിക്കലും എന്ത് ചെയ്യും, പോകത്തില്ല. എങ്ങോട്ട് പോകാനാ, എവിടെ പോകാൻ, അനുഭവത്തിൽ. ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ചർച്ചകളിൽ ഉണ്ടാകേണ്ടതല്ലേ? അല്ല, തീർച്ചയായിട്ടും. രോഗസൗഖ്യം എന്നുള്ളത് ഒരു ദൈവവൈതലിന്റെ അവകാശമാണ്. അത് പ്രാർത്ഥിച്ചാൽ രോഗം സൗഖ്യമാകുമെന്നുള്ളത് ബൈബിൾ നമുക്ക് തരുന്ന ഉറപ്പാണ്. നമ്മളത് എക്സസൈസ് ചെയ്യേണ്ടതും ആവശ്യമാണ്. അപ്പോൾ തന്നെ ദൈവം മനുഷ്യന് തന്നിരിക്കുന്ന ആധുനിക സംവിധാനങ്ങളും രോഗസൗഖ്യത്തിനുള്ള അല്ലെങ്കിൽ ചികിത്സയ്ക്കുള്ള സംവിധാനങ്ങളൊക്കെ ധാരാളമുണ്ട്. അപ്പൊ അത് ജനങ്ങൾ ഉപയോഗിക്കുന്നതിനകത്ത് ഒരു തെറ്റുമില്ല. ഈ പെന്തക്കോസ് സമൂഹത്തിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ നേഴ്സസിനെ സംഭാവന ചെയ്തിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് പെന്തക്കോസ്. നമുക്ക് ഒത്തിരി ഹോസ്പിറ്റലോ ഒന്നും ഇല്ലെങ്കിലും ധാരാളം ഡോക്ടേഴ്സും ധാരാളം നേഴ്സസിനെയും സംഭാവന ചെയ്തിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് പെന്തക്കോസ്. അപ്പൊ നമുക്ക് ചികിത്സയോട് എതിർപ്പില്ല. ചികിത്സിക്കുന്നതിനെ അല്ലെങ്കിൽ ആധുനിക വൈദ്യശാസ്ത്രത്തോട് നമുക്ക് എതിർപ്പില്ല. അതെല്ലാം മനുഷ്യന്റെ ആവശ്യത്തിന് വേണ്ടി ദൈവം അനുവദിച്ചിട്ട് ദൈവം കൊടുത്ത ബുദ്ധി കൊണ്ട് മനുഷ്യൻ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ, അതിനൊന്നും സംശയമില്ല. അപ്പോൾ തന്നെ പ്രാർത്ഥിച്ചാൽ രോഗസൗഖ്യം ലഭിക്കുമെന്നുള്ളത് നമ്മുടെ വിശ്വാസം. അത് ബൈബിൾ നമുക്ക് തരുന്ന ഉറപ്പാണ്. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. അപ്പൊ അതിനെ എക്സസൈസ് ചെയ്യുവാൻ സാധിക്കുക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഇടയ്ക്കൊന്ന് പറയാണ്, ഇത് എക്സസൈസ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണല്ലോ നമ്മുടെ ഇപ്പം തന്നെ ലിജോ പാസ്റ്റർ പറഞ്ഞു, പല ആൾക്കാരും പിന്മാറിപ്പോകുന്നു. ഈ ജനറേഷൻ, എൻ്റെ ഒരു ബോധ്യം, ഈ ജനറേഷനിൽ പെട്ട ഒരു സുവിശേഷം, എൻ്റെ ഒരു ബോധ്യം, ഈ നമ്മുടെ ചർച്ചകളിൽ വരുമ്പോൾ ആൾക്കാർക്ക് ഈ ദൈവസാന്നിധ്യം അനുഭവിക്കാനും അല്ലെങ്കിൽ രോഗസൗഖ്യം ഉണ്ടാകുന്നത് ജസ്റ്റ് ആ ചർച്ചിൽ ഒരു 2-3 രോഗികൾ സൗഖ്യമാകുമ്പം നമ്മുടെ ആത്മീക മനുഷ്യൻ എന്തുണ്ടാകുന്നുണ്ട്, തീർച്ചയായിട്ടും വില ഉണ്ടാവുന്നില്ലേ? പെന്തക്കോസ്ത് സഭകളുടെ വളർച്ചയെ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ അതെ, ഓരോ ലോക്കൽ സഭയുടെയും വളർച്ചയിൽ ഇതുപോലുള്ള രോഗസൗഖ്യങ്ങൾ നിർണായകമായ പങ്കുവഹിച്ചിട്ടുണ്ട്. യാതൊരു സംശയം അതില്ലാത്തത് കൊണ്ടല്ലേ നമ്മുടെ ഇടയിൽ ഈ കൊഴിഞ്ഞുപോക്ക് എന്ന് നമുക്കൊരു ചിന്ത ഇപ്പൊ വരുന്നുണ്ടല്ലോ. കുറച്ചുപേര് മാറി നിൽക്കുന്നു, ജനറേഷൻസ്. അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പൊ നമ്മുടെ ചർച്ചുകളിൽ ആ ദൈവസാന്നിധ്യം പൂർണ്ണമായി അനുഭവിച്ചാൽ മറ്റുള്ള ഇടങ്ങളിലേക്ക് എൻ്റെ രോഗസൗഖ്യത്തിൽ കൂടെ 8 പേര് സ്നാനപ്പെട്ടായിരുന്നു അന്ന്. പിന്നെ അതുപോലെ 8 പേര് സ്നാനപ്പെടാം. ഇതിനകത്ത് വ്യക്തിപരമായ എക്സ്പീരിയൻസ് ആണ് ഭയങ്കരം. കാരണം ഒരാളുടെ രോഗസൗഖ്യം കണ്ടാൽ പോരാ. പക്ഷെ പിന്നെ ഞാൻ പറഞ്ഞത് ഈ രോഗസൗഖ്യം മാത്രമല്ല, മറ്റ് കർത്താവുമായിട്ടൊരു എൻകൗണ്ടർ, അതൊരു പ്രത്യേകമായ ഇൻഡിവിജ്വലായിട്ടുള്ള അനുഭവം. ഇപ്പം ഹോസ്പിറ്റലിൽ പോകുന്നതുകൊണ്ടോ മരുന്നെടുക്കുന്നതുകൊണ്ടോ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതുകൊണ്ടോ ഒരു കുഴപ്പമില്ല. ഞാനതിനെ പിന്നെ അനുകൂലിക്കാനും പ്രതികൂലിക്കാനും അങ്ങനൊന്നും പറയുന്നില്ല. ആവശ്യക്കാർ പോകുന്നുണ്ടല്ലോ. ഇപ്പം അതുകൊണ്ട് ചിലർ ചോദിക്കും, നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകത്തില്ലയോ? നമ്മൾ ഹോസ്പിറ്റലിനെതിരല്ല, പക്ഷെ വ്യക്തിപരമായ അനുഭവങ്ങളാണ് നമുക്ക് ഈ രോഗസൗഖ്യത്തേക്കാൾ വലുത് കർത്താവുമായിട്ടുള്ള ഒരു ബന്ധമാണ്. ഇപ്പം ഞാൻ അവിടെ പോയി ഇത് സംസാരിച്ചപ്പോൾ എനിക്ക് 3 കുഞ്ഞുങ്ങളാണ്. എൻ്റെ വൈഫിൻ്റെ പേര് ഫേബ എന്നാണ്. ഒരു പക്ഷേ അറിയായിരിക്കും, പുള്ളിക്കാരി ഗാന ശുശ്രൂഷയൊക്കെ ചെയ്യുന്ന പിള്ളേരെന്നോട് കുഞ്ഞുങ്ങൾ ചോദിച്ച്, മൂത്ത മോളുടെ പേര് ആൻ ഒലിവിയ, രണ്ടാമത്തേത് നെഹമ്യ, 3 ഡോർക്കസ്. ഇവർ എൻ്റെ കൂടെ ആത്മീയ ശുശ്രൂഷയ്ക്കെല്ലാം കൈത്താലം ചെയ്യുന്നവരാ, എല്ലാ ഇൻസ്ട്രുമെൻസും. ഡാഡ അവിടെ പോയിരുന്ന് ഡാഡ എല്ലാവരും കൂടെ വഴക്ക് പറയുന്നത് കേട്ടല്ലോ. ഇതൊന്നും വഴക്കായിരുന്നു അവിടെ. അപ്പം നമ്മൾ ഓരോന്ന് ആർഗ്യ അത് എന്നിട്ട് പറയാം, വഴക്കാന്നേലും ഡാഡ ഒരു കാര്യം ചെയ്തല്ലോ, യേശു കർത്താവിനെ പറ്റി പറഞ്ഞല്ലോ. അപ്പോൾ അവരോർത്തെ വഴക്കിട്ടിട്ട് യേശു കർത്താവിനെ പറ്റി പറഞ്ഞെന്നുള്ളതാണ് അവരുടെ ഒരു ചിന്ത. അപ്പം ഇങ്ങനെ സ്വസ്ഥമായിട്ട് പോകും. എക്സ്പീരിയൻസ് അനേകർക്ക് അനുഗ്രഹമായി, ധാരാളം ആളുകൾ കാണട്ടെ, നിത്യജീവൻ അവകാശികളായി മാറാൻ അവർക്കതൊരു പ്രചോദനമായി മാറട്ടെ. താങ്ക് യു. ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഷിനു പാഷേ, ഈ ഒക്കേഷനിൽ ഒന്നിച്ചുണ്ടായിരുന്നതിൽ സന്തോഷം. താങ്ക് യു സോ മച്ച്.